ഹലോ വെൽക്കം ടു സ്വിഫ്റ്റ് ട്യൂട്ടോറിയൽ ഫോർ ബിഗിനേഴ്സ് ലെസൺ നമ്പർ 4. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വിഫ്റ്റ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്ലേ ഗ്രൗണ്ട് ഓപ്പൺ ചെയ്യാണ്. ഹിയർ നമ്മളിവിടെ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരു വേരിയബിളായിട്ട് ഒരു എ എന്ന് പറഞ്ഞ ഒരു വാല്യൂ ഡിക്ലെയർ ചെയ്തു. 2 ആണ് അതിൻ്റെ അസൈൻ ചെയ്ത് കൊടുത്തത്. അതുപോലെ വേരിയബിൾ ബി, അതിലേക്ക് നമ്മൾ 2 അസൈൻ ചെയ്തു. വേരിയബിൾ സി, അതിലേക്ക് 3 അസൈൻ ചെയ്തു. ഒരു വേരിയബിളും കൂടി ഉണ്ടാക്കി. വേരിയബിൾ ഡി ഈക്വൽ ടു 4.5. ദെൻ ഇതിലിപ്പോൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അങ്ങനെയുള്ള ഓപ്പറേഷൻസൊക്കെ സാധാരണ പോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രിൻറ്റ് എ പ്ലസ് ബി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കിട്ടും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്രിൻറ്റ് എ മൈനസ് ബി ചെയ്യാം. അതുപോലെ പ്രിൻറ്റ് എ ബൈ ബി, ഡിവിഷൻ ഓപ്പറേഷൻ. ദെൻ പ്രിൻറ്റ് എ ഇൻറ്റു ബി. അപ്പോൾ ഈ കാണുന്നതിൻ്റെ എല്ലാം നമ്മൾ ഇപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ 4014 എന്ന് പറഞ്ഞിട്ടുള്ള ആൻസേഴ്സ് കിട്ടി. അതായത് എ പ്ലസ് ബി എന്ന് പറയുന്നതിൻ്റെ ഉത്തരം 4 ആണ്. കാരണം 2 പിന്നെ നമ്മൾ സി എന്ന് പറയുന്നത് 3 ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സി ഇവിടെ യൂസ് ചെയ്തിട്ടില്ല ഞാൻ. ഇപ്പോൾ വേണമെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി എന്നും കൂടി ഞാൻ ചെയ്തെങ്കിൽ ഇനി റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസേഴ്സ് ആയിരിക്കും കിട്ടുക. അതായത് 2 + 2 + 3 കിട്ടി 7. പിന്നെ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ 2 - 2 ചെയ്തു, 0 കിട്ടി. എ ബൈ ബി ചെയ്തു, 2/2 ചെയ്തു, 1 കിട്ടി. പിന്നെ എ ഇൻറ്റു ബി ചെയ്തു, 2 × 2 ചെയ്തു, 4 കിട്ടി. അങ്ങനെയാണ് ഇതിൽ സാധാരണ ആയിട്ടുള്ള അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ നമുക്കിപ്പോൾ ഒരു എക്സ്പൊണൻഷ്യൽ കാണണമെങ്കിൽ, അതായത് 2⁻³ അല്ലെങ്കിൽ 4�5 അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്വിഫ്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് പോ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഇതിൽ കാണുന്ന, ഇതിൽ ഉദ്ദേശിക്കുന്നത് ഇത് ബേസ് ആണ്, ഇതതിൻ്റെ പവറാണ്. അതായത് ഇത് 2⁻³ എന്ന് നമ്മൾ എഴുതണമെങ്കിൽ അതും ഇപ്പോൾ 3 ഇവിടെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 2⁻3, അതായത് 2⁻³ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ റൺ ചെയ്യിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കിട്ടി 8. കാരണം 2⁻³ എന്ന് പറയുന്നത് 8. അങ്ങനെ എക്സ്പൊണൻഷ്യൽ ഓപ്പറേഷൻസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്നുള്ള ഒരു ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ SQRT എന്നുള്ളൊരു ഫങ്ഷൻ ഉണ്ട്. കണ്ടോ, സ്ക്വയർ റൂട്ട് ഓഫ് ഡബിൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് 2 ആണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൺ ചെയ്യിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കിട്ടി. സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്ന് പറയുന്നത് 1 പോയിൻ്റ് ആണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ 4 ആണെങ്കിൽ അതിന് 2 ആണല്ലോ. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4, അതിൻ്റെ ആൻസർ ഇപ്പോൾ കിട്ടും 2. അങ്ങനെയാണ് നമ്മൾ ഇതിൽ സ്ക്വയർ റൂട്ട് കാണുക. അതുപോലെ എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ഫങ്ഷൻസ് എല്ലാം കാണാൻ വേണ്ടി എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യും. സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടി SQRT എന്നുള്ള ഫംഗ്ഷൻ. പിന്നെ അത്രയും കോമൺ അല്ലാത്ത ഒരു ഫംഗ്ഷനാണ്, അങ്ങനെ ആരും കേട്ട് കാണില്ലാത്തൊരു ഫംഗ്ഷനാണ് സീലിംഗ് എന്ന് പറഞ്ഞത്. അതായത് CEIL സീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C
അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിഫ്റ്റ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നതാണ് സീൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡി എന്ന് പറയുന്നത് 4.5 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സീൽ ഓഫ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റൗണ്ട് അപ്പ് ചെയ്ത് കിട്ടും. 4.5 എന്നുള്ളത് ഇപ്പോൾ നമ്മൾക്ക് 5 ആയിട്ട് റൗണ്ട് ചെയ്തതിന് കാണിച്ചു തന്നു. അതെന്ന് പറയുന്നത് റൗണ്ട് അപ്പ് ചെയ്യാനായിട്ട്. ഇനി റൗണ്ട് ഡൗൺ ചെയ്യാനായിട്ടാണെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് ഫ്ലോർ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനാണ്. ഫ്ലോർ ഓഫ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഇതാ കണ്ടില്ലേ 4 ആണ്. കാരണം ഈ 4.5നെ റൗണ്ട് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 5 എന്നും കിട്ടും, അതുപോലെ റൗണ്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ 4 എന്നും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൗണ്ട് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സീൽ എന്നുള്ളൊരു ഫംഗ്ഷനും റൗണ്ട് ഡൗൺ ചെയ്യാനായിട്ട് ഫ്ലോർ എന്നുള്ളൊരു ഫംഗ്ഷനും യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ സാധാരണ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ നമ്പേഴ്സിനെ ആണെങ്കിലും ഒക്കെ ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ 2 ആണ് കൊടുത്തത്. അപ്പോൾ എ ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എ ഈക്വൽ ടു എ പ്ലസ് 1 എന്ന് എഴുതാറുണ്ട്. അപ്പോൾ ഇപ്പോൾ എ ഈക്വൽ ടു എ പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 ആയിരിക്കും എൻ്റെ ആൻസർ. കാരണം 2 ആണ് ഇപ്പോൾ എയിൽ അസൈൻ ചെയ്തിരിക്കുന്നത്. ആ 2 ഒരെണ്ണം അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് പിന്നെ വീണ്ടും ആ 2ലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കറൻ്റ്ലി ഇതിൻ്റെ വാല്യൂ മാറി എയിലേക്ക് 3 ആണ് അസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ പ്രിൻ്റ് എന്നുള്ളൊരു ഒരു ഫംഗ്ഷൻ എഴുതാത്തത് കാരണമാണ് ഇവിടെ താഴെ കൺസോൾ ഭാഗത്തത് പ്രിൻ്റ് ചെയ്യാത്തത്. ഇവിടെ അതിൻ്റെ എല്ലാം ഉത്തരങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ഉത്തരങ്ങളും ഇവിടെ കാണുന്നതായിരിക്കും. പ്രിൻ്റെന്ന് പ്രത്യേകിച്ച് എഴുതി കൊടുത്താൽ അതിൻ്റെയൊക്കെ ആൻസേഴ്സ് നമുക്ക് താഴെ കൺസോൾ ഭാഗത്തും കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻക്രിമെൻറ്റിന് വേണ്ടിയിട്ട് എ ഈക്വൽ ടു എ പ്ലസ് 1 ഞാൻ ചെയ്തു. ഇപ്പോൾ ഇതിനെ ഞാൻ സിമ്പിളായിട്ട് പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ ഒരു ഷോർട്ട് ഹാൻഡാണ് എ പ്ലസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഇവിടെ പ്ലസ് എന്ന് പറയണതിന് ഇങ്ങനെ വേണം. അതായത് പ്ലസും ഈക്വൽ ടുവിൻ്റെ ഇടയിൽ സ്പേസ് പാടില്ല. എ കഴിഞ്ഞിട്ടൊരു സ്പേസ്, അതുപോലെ ഈക്വൽ ടു കഴിഞ്ഞിട്ട് ഒരു സ്പേസ്. അപ്പോൾ എ പ്ലസ് ഈക്വൽ ടു 1 എഴുതുമ്പോൾ 4 കിട്ടി. ഇപ്പോൾ കറൻ്റ്ലി എയുടെ വാല്യൂ ഉള്ളത് 3 ആണ്. ആദ്യം എയുടെ വാല്യൂ ഉണ്ടായിരുന്നത് വേരിയബിൾ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. കോൺസ്റ്റൻ്റ് ആയിട്ടായിരുന്നെങ്കിൽ അത് ലെറ്റാണ് യൂസ് ചെയ്തിരുന്നത്. ഇവിടെ ഇപ്പോൾ എയുടെ വാല്യൂ കറൻ്റ്ലി നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് 3 കിട്ടി. എ ഈക്വൽ ടു എ പ്ലസ് 1 ഒരു വട്ടം നമ്മൾ ചെയ്തു, അപ്പോൾ അതിന് 3 കിട്ടി. ഷോർട്ട് ഹാൻഡായിട്ട് സെയിം തന്നെയാണ് ചെയ്യുന്നത്. എ പ്ലസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതേ സെയിം തന്നെയാണ്. എ ഈക്വൽ ടു എ പ്ലസ് 1 എന്നതിന് പകരം നമ്മൾ എ പ്ലസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. അതേപോലെ തന്നെ ഡിക്രിമെൻറ്റ് ചെയ്യാനായിട്ടും നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. അതിൻ്റെ കുറച്ച് ഫംഗ്ഷൻസുമാണ്, കുറച്ച് ഫംഗ്ഷൻസ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇങ്ങനെ ചെയ്താലും കിട്ടുന്നത് സെയിം തന്നെയായിരിക്കും. ഇവിടെ പ്ലസ് സി ആണ് ചെയ്തത് 1 വെച്ചിട്ട്. ഇതിപ്പോൾ ഉണ്ടായിരുന്ന വാല്യൂ 4 ആണ്. ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ 4 നിന്നും ഒരെണ്ണം കുറച്ച് നമുക്ക് 3 എന്നുള്ളൊരു ആൻസർ ഡിസ്പ്ലേ ചെയ്ത് കിട്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആയിട്ട് കോമൺ ആയിട്ട് ചെയ്യുന്നത്. കുറച്ച് ഫംഗ്ഷൻസ് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ പ്ലസ് ചെയ്യുക അങ്ങനെയുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻസും ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയൊക്കെയാണ് സ്വിഫ്റ്റ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, ബൈ.